ഒരു സൂപ്പർ ടേസ്റ്റിൽ ഹെൽത്തിയായ മിൽക്ക് പപ്പായ ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നല്ല ഒരു പഴുത്ത ഒരു പപ്പായ എടുക്കുക. അതിനെ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം പറമ്പിലൊക്കെ പഴുത്ത് നിന്ന് അത് അണ്ണാനും വവ്വാലും ഒന്നും കൊണ്ടുപോകാതെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഹൽവയായിട്ടോ കറി വെച്ചോ ഒക്കെ നല്ല രീതിക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാത്തിനെയും ഒന്നും വേസ്റ്റാക്കി കളയാതെ ഒത്തിരി പേരുടെ പറമ്പുകളിലൊക്കെ പപ്പായയൊക്കെ വേസ്റ്റായി പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കളയാതെ ഇങ്ങനെ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ ഇത് ശരീരത്തിന് വളരെയധികം ഗുണഗണങ്ങളുള്ള ഒരു ഫലമാണ്. അപ്പോൾ ഇത് പപ്പായയുടെ പൾപ്പാക്കിയിട്ടുണ്ട്. അതിനെ മിക്സിയുടെ ജാറിലിട്ടരച്ച് പൾപ്പാക്കി വെച്ചിരിക്കുന്നു. ഇത് ഏകദേശം ഒരു 1/2 കിലോ പൾപ്പുണ്ട്. പിന്നെ ഇതാ ഒരു ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് പാൽ, ശുദ്ധമായ പാലെടുക്കുന്നു. അതിനുശേഷം ഒരു ബൗളിലോട്ട് ഒരു 1/2 കപ്പ്, അരയോ ഒരു 1/4 കപ്പോ ആട്ട ചേർത്തിട്ട് ആട്ടയിട്ടതിന് ശേഷം പാലൊഴിച്ച് മിക്സ് ചെയ്യുന്നു. അപ്പം ഇവിടെ കോൺഫ്ലോറോ മൈദയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ആട്ടമാവിലാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. ആട്ടയിൽ പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിൽ ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക. ഇത് നട്ട്സ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിക്കാതെ തന്നെ ഡയറക്റ്റ് പാനിൽ ഒഴിച്ചിട്ട് ഹൽവ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ നട്ട്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് നട്ട്സ് ഇട്ട് വറുത്തെടുക്കുന്നു. പിന്നെ ഈ പപ്പായ എന്ന് പറയുന്നതിൻ്റെ ഗുണഗണങ്ങളെല്ലാം നിങ്ങൾക്കറിയാം അല്ലേ. ഇത് വയറ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് പ്രോപ്പർട്ടിയാണ് ഈ പപ്പായ. പിന്നെ അതിലുപരി ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പപ്പായ. അപ്പോൾ ഇതാ പൾപ്പാക്കിയതിന് ശേഷം ഇതിനെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പപ്പായ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കും, ഈ ഗ്യാസ് ട്രബിൾ ഇതൊക്കെ ഇല്ലാതാക്കുന്ന ഒരു സാധനം കൂടിയാണ്. പിന്നെ വയറരിച്ചിൽ, നെഞ്ചരിച്ചിൽ കുറയ്ക്കും. കാരണം ഇതിൽ ഹൈ ഫൈബറുണ്ട്. അത് കഴിഞ്ഞ് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. പിന്നെ ഹൈ രീതിയിൽ പൊട്ടാസ്യം ഉണ്ട്. അതിനാലാണ് വയറരിച്ചിലും നെഞ്ചരിച്ചിലൊക്കെ മാറ്റാനായിട്ട് പപ്പായയിൽ കൂടി സാധിക്കുന്നത്. പിന്നെ ഒരുപാട് ബ്യൂട്ടി ഏജൻറ്റും കൂടിയാണ് ഈ പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാകമാകുമ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ആട്ടമാവ് പാലുമായിട്ട് കലക്കി വെച്ചിരുന്നത് ഇതിൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂട്ടാനും പപ്പായ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിലിതാ ഒരു 1/2 കിലോ ശർക്കര പാനിയാക്കി അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല ശുദ്ധമായ ശർക്കരപ്പൊടിയോ ശുദ്ധമായ ശർക്കര അല്ലാതെയാണെങ്കിൽ ഡയറക്റ്റ് അതിന് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ കല്ലൊക്കെ ഉള്ളതുകൊണ്ടാണ്, വേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അരിച്ചതിൽ ഇതായാലും ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിനെല്ലാം മിക്സ് ചെയ്ത് നല്ലപോലെ പാലും ശർക്കരയും പപ്പായയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനെ വേവിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൗണ്ട് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പപ്പായ. ഈ പനിയും ഡെങ്കുവും മലേറിയയൊക്കെയുള്ള സമയത്ത് അസുഖം വരുമ്പോൾ പപ്പായ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കൗണ്ട് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് ബ്യൂട്ടി ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ പപ്പായയുടെ പൾപ്പെടുത്ത് അരച്ച് അതിൽ ആട്ടമാവോ പിന്നെ അരിപ്പൊടിയോ ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്തും ശരീരത്തിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ഉണ്ടാകും. അപ്പോൾ ഇതിലിതായിപ്പോൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് പൊടിച്ചത് ഇതിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ചേർത്ത് യോജിപ്പിച്ച് ഇളക്കിയത് ഈ പാകം വരാക്കിയത് വേവിച്ചെടുത്ത് ഇനി ഇതിനെ നല്ലപോലെ വഴറ്റി എടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ സമയത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർക്കാവുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഹൽവയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു ഹൽവയുടെ ഒരു ടേസ്റ്റിൽ കിട്ടും, അത്രയേ ഉള്ളൂ. നെയ്യ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വെളിച്ചെണ്ണ ഇതിങ്ങനെ നല്ലപോലെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഈ ഒഴിച്ച എണ്ണ ഇങ്ങനെ ഇളകി വിട്ട് വരും. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നുണ്ട്. കാരണം ഞാനിത് എള്ള് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്
ഇതിൽ ഞാൻ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി എള്ള് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു ഹെൽത്തിയായ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിക്ക് ഇച്ചിരി കൂടുതൽ എള്ള് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എള്ളുണ്ടയൊക്കെ കഴിക്കുന്ന ആ ഒരു ഗുണം നമുക്കിതിൽ നിന്നും കിട്ടും. അപ്പോൾ ഈ ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു എള്ളിൻ്റെ ടേസ്റ്റും കൂടിയാണ്. പപ്പായ മാത്രമല്ല, ഇതിൽ എള്ളിൻ്റെ ഒരു ടേസ്റ്റും കൂടി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് കിട്ടും. ഒരു ടീസ്പൂൺ മതി. ഇപ്പം ഞാനിത് ഇച്ചിരി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ എനിക്ക് എള്ള് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പാകമായി അടിപൊളി ഹൽവ സൂപ്പറായ ടേസ്റ്റാണ്, റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.